ഞാനിപ്പോൾ കരിയർ ക്ലിനിക്കിലാണുള്ളത്. ക്സൈലം പ്രധാന പ്രായോജകരായിക്കൊണ്ട് നടത്തുന്ന ഏകദേശം 20 സ്റ്റോളുകളാണ് കോട്ടക്കലിലെ ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ ഒരു സുപ്രഭാതം കരിയർ ക്ലിനിക്കിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ കുത്തൊഴുക്ക് തന്നെയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ ക്സൈലത്തിൻ്റെ സ്റ്റോൾ നമുക്കിവിടെ കാണാം. അങ്ങനെ ഏകദേശം 20ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകളാണ് നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അവിടെയൊക്കെ വിദ്യാർത്ഥികൾ എത്തുന്നു, അവരുടെ കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്നു. അതിന് ഇവിടുത്തെ എക്സ്പേർട്ടുകളായിട്ടുള്ള അതാത് സ്ഥാപനത്തിൻ്റെ ആളുകൾ ഇവിടെ എത്തി കുട്ടികൾക്ക് കൃത്യമായ ദിശാബോധം നൽകുന്നു. എവിടെ നിന്ന് വരുന്നവരാ? എന്താ കഴിഞ്ഞ്? പ്ലസ് ടു കഴിഞ്ഞു. ഇനി ഏത് ക്ലിനിക്ക് പോയോ? ഒന്ന് അവിടെ പോയിട്ടുള്ളൂ. BC എടുക്കാന്നൊക്കെ പറഞ്ഞു. അവിടെ പോയി വന്നു. എന്താ ഏത് കോഴ്സ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? BC എടുക്കാൻ താല്പര്യം. ഇതെങ്ങനെയുണ്ട്? എഫക്റ്റീവായോ ഇത്തരൊരു സംരംഭം? ഓൾറെഡി എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു BC എടുക്കണം എന്നുള്ള. പിന്നെ നല്ലൊരു പെർഫെക്റ്റ് ആയിരുന്നു, കുറച്ചും കൂടെ യൂസ്ഫുൾ ആയി. കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ കിട്ടിയോ? ചോദ്യമൊക്കെ ചോദ്യം അവിടുന്ന് കറക്റ്റ് ആയിട്ടെല്ലാം പറഞ്ഞു. എന്താ കഴിഞ്ഞത്? ഇപ്പോൾ കോഴ്സ് ഏതാ കഴിഞ്ഞത്? 10th പാസ്സായി. എന്താണ് എയിം? എന്താണ്? CA ആണ്. അപ്പോൾ CA ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റാൾ സന്ദർശിച്ചോ? ഏതാ സ്റ്റാള്? ഫിഫ്ത്ത് സ്റ്റാളാണ്. ഓക്കെ. ചോദ്യങ്ങളൊക്കെ ചോദിച്ചോ? സംശയങ്ങളൊക്കെ ഉന്നയിച്ചോ? ചോദിച്ചു. എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആശങ്ക? എന്തായിരുന്നു? കാര്യമായിട്ട് അതിനെ പറ്റി അറിയില്ല. അതൊന്ന് മനസ്സിലാക്കി. എന്താണ് CA എന്ന് അറിയാം? നമ്മൾ ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് അത് അപ്രൂവ് ചെയ്യണതിനെ പറ്റി കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ബേസ് ഒക്കെ മനസ്സിലായി. ആരാ CA എടുക്കണം എന്ന് പറഞ്ഞാരാണ്? എനിക്ക് ഇങ്ങനെ തോന്നിയത് ക്രേസ് അല്ലേ? എങ്ങനെയാണ് CA നമുക്ക് എത്തിക്കണം? തീർച്ചയായിട്ടും അവൻ്റെ ആഗ്രഹം അതാണ്. CA നല്ല എഫേർട്ട് എടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഉമ്മ എന്നുള്ളവർക്കുള്ള സപ്പോർട്ട് ഒക്കെ കൊടുക്കുക. തീർച്ചയായും. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? ഇവരെ ഈ കരിയർ ക്ലിനിക്ക് എങ്ങനെയാണ് അറിഞ്ഞത് സുപ്രഭാതത്തിൻ്റെ? അത് നമുക്ക് സ്കൂളിൽ നിന്ന് വിട്ട് തന്നതാണ്. അവൻ പഠിച്ച സ്കൂളിൽ നിന്ന് അവരെ എക്സ്പെർട്ടിനെ കണ്ടതിന് ശേഷം എന്താണ് അവരുടെ അനുഭവം? എനിക്കൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കാനായി അതിനെ പറ്റി ഒന്ന് അറിയാം. നമുക്ക് നേരത്തെ ഇതിനെക്കുറിച്ച് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, മോനെ ഇതിനേക്ക് പറഞ്ഞേക്കണം, അല്ലെ അവൻ പറഞ്ഞാണോ? അവൻ്റെ ആഗ്രഹം. അവന് ഇതുവരെ കുഴപ്പമില്ല. അപ്പൊ ഇനി അങ്ങോട്ട് അവന് മുന്നോട്ട് പോകാൻ അവനക്ക് കഴിയുന്നതാണ്.